ഹായ് എവരി വൺ. ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിലെ വിലുക്കപ്പ് ഫംഗ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ടും പവർഫുൾ ആയിട്ടും ഉള്ള ഒരു ഫംഗ്ഷനാണ് ഈ വിലുക്കപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള കോളത്തിൽ നിന്നും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഡേറ്റ നമുക്ക് റിട്രീവ് ചെയ്യുന്നതിനെയാണ് നമുക്ക് വിലുക്കപ്പ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഈ വിലുക്കപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുമല്ല, അതിന്റെ കൂട്ടത്തിൽ തന്നെ വിലുക്കപ്പ് ഫംഗ്ഷൻ ഉണ്ട്, ലുക്കപ്പ് ഫംഗ്ഷന്, ലുക്കപ്പ് ഫംഗ്ഷന്, പിന്നെ ഡിജെറ്റ് ഫംഗ്ഷന്, ഇങ്ങനെ നമുക്ക് കുറെ ഇൻഡസ് മാച്ച് ഫംഗ്ഷൻ ഒക്കെയാണ് നമുക്ക് ഇതിന്റെ ആ സീരീസ് പെടുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് നമുക്ക് ഈ വിലുക്കപ്പ് ഫംഗ്ഷൻ ആണ്. അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് വിലുക്കപ്പ് ഫംഗ്ഷൻ ആണ്. വിലുക്കപ്പ് ഫംഗ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതൊരു പ്രൈസ് ലിസ്റ്റ്. ഇതിനകത്ത് ഐറ്റം കോഡുണ്ട്. ഐറ്റം കൊണ്ട് ഇത്രയും പ്രൈസ് ഒരു ഡേറ്റാസാണ്. ഇതിനകത്ത് ഐറ്റം കോഡുണ്ട്, ഐറ്റം നെയിം, ഏതൊക്കെ ഐറ്റംസ് ആണ്, കാറ്റഗറി എന്ത് കാറ്റഗറിയാണ്, ഡീലർ പ്രൈസ് ഇതിൻ്റെ പ്രൈസ്, പിന്നെ ഇത് ഡീലർ പ്രൈസാണ്, ഇത് സെയിൽ ചെയ്യുന്ന പ്രൈസ്, ഇത് സെല്ലിങ് പ്രൈസ്, അങ്ങനെ 3 പ്രൈസ് ഉണ്ട്. പെട്ടെന്നൊരു കസ്റ്റമർ വന്ന് ചോദിക്കുകയാണ്, നമുക്ക് ഇതിനകത്ത് ലാപ്ടോപ്പ് ഉണ്ട്, ലാപ്ടോപ്പ് കണ്ടില്ലേ, ഈ ലാപ്ടോപ്പിന് എന്ത് വിലയാണ് എന്ന് ചോദിക്കുന്നു. എന്ത് വിലയാണ്, അതിനെ പറ്റിയിട്ട് വില അന്വേഷിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ ഓരോന്ന് വന്നിട്ട് എന്ത് വിലയാണെന്ന് ഇങ്ങനെ നീക്കി, നമുക്ക് കുറേ ഐറ്റംസ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇങ്ങനെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. വിലുക്കപ്പ് ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഐറ്റം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഇങ്ങനെ ഈ ഹെഡിങ്ങിനെ കോപ്പി പറഞ്ഞിട്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ ഞാനവിടെ ഈ ഹെഡിങ്ങിനെ ഞാനിവിടെ കോപ്പി ചെയ്തു. ഇത്ര മനസ്സിലായി. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെയാണ് ഈ ഐറ്റം കോഡ് നമ്മൾ ടൈപ്പ് അടിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കിട്ടണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ്, നമുക്ക് കുറേ ഐറ്റം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഈ ഒരു ലാപ്ടോപ്പെന്ന് ഞാനിവിടെ 304 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരണം. എനിക്ക് പെട്ടെന്ന് പറയണം കസ്റ്റമറോട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്പർ 1 നമ്മളിവിടെ വന്ന് ഡേറ്റ വാലിഡേഷൻ സെറ്റ് ചെയ്യണം. ഇതിന് ഡേറ്റ വാലിഡേഷൻ സെറ്റ് ചെയ്യണമെങ്കിൽ ഡേറ്റ എടുക്കണം. ഇവിടെ നമുക്ക് ഡേറ്റ വാലിഡേഷൻ എടുക്കണം. ഡേറ്റ വാലിഡേഷൻ എടുക്കുക. ഡേറ്റ വാലിഡേഷൻ എടുത്തിട്ട് നമ്മുടെ ലിസ്റ്റ് എന്ന് പറയണം. എന്നിട്ട് സോഴ്സിനെടുക്കുക. ഈ കോഡ് കാണിച്ചു കൊടുക്കണം. എത്ര കോഡുണ്ടോ, ഇവിടെ കുറച്ചേ ഉള്ളൂ. കമ്പനിയിലൊക്കെ ആണെങ്കിൽ കുറേയേറെ കാണും. അപ്പോൾ നമ്മളിവിടെ അതെല്ലാം നമ്മളിവിടെ കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പം കണ്ടില്ലേ, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നു. അതിൻ്റെ കോഡെല്ലാം ഇവിടെ വന്നു. ഇനി നമുക്ക് ഇവിടാണ് നമുക്ക് വിലുക്കപ്പ് എന്നൊരു ഫംഗ്ഷൻ സെറ്റ് ചെയ്യേണ്ടത്. സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് വലുതാക്കിയോട്ടെ. സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഈക്വൽ സൈൻ ഇടുക. എന്നിട്ട് വിലുക്കപ്പ് എന്ന് അടിച്ചു കൊടുക്കണം. വിലുക്കപ്പ് ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് ആദ്യം ചോദിക്കുന്നു ലുക്കപ്പ് വാല്യൂ, എന്താണ് നിങ്ങളുടെ വാല്യൂ, ലുക്കപ്പ് ചെയ്യേണ്ട വാല്യൂ ഏതാണ്, ഇതാണ് അല്ലേ. ഈ ഐറ്റം കോഡ് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് കോമ ഇടുക. അടുത്ത ചോദിക്കുന്നു ടേബിൾ അറേ, ഏതാണ് ടേബിൾ അറേ. ഈ ഹെഡിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മളിങ്ങനെ ഇത്രയും ഭാഗം എത്ര കൊണ്ടുണ്ടോ കപ്പിലൊക്കെ നിറയെ കാണും. നമ്മൾ അത്രയും നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കോമ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ഇനി അടുത്ത ചോദിക്കുന്നത് എന്താണ്, കോളം ഇൻഡെക്സ് നമ്പർ. കണ്ടില്ലേ, കോളം ഇൻഡെക്സ് നമ്പർ എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കർലി ബ്രാക്കറ്റ് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുക. ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതൊക്കെ കോളത്തിലാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോൾ 2 കൊടുക്കണം. ഉണ്ടോ, 1 ഇതാണ്, ഇത് 2, 3, 4, എത്ര നോക്കണം, 1 2 3 4 5 6 ആണ്. 2 3 4 5, 6. എന്നിട്ട് നമ്മൾ കർലി ബ്രാക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ടൊരു കോമ ഇട്ടിട്ട് നമ്മൾ എക്സാക്റ്റ് മാച്ച് വേണമെങ്കിൽ 0 കൊടുക്കുക. അപ്പോൾ മനസ്സിലായല്ലോ, ഈസ് ഈക്വൽ ടു വിലുക്കപ്പ്. എന്നിട്ട് എന്താണ്, ഇത് ലുക്കപ്പ് വാല്യൂ, ഇത് ലുക്കപ്പ് അറേ, ഇത് കോളം ഇൻഡെക്സ് നമ്പർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്ന് 0 ഇടുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഒരു എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ ഇങ്ങനെ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ള വരും. എന്നിട്ട് നമ്മൾ ഇവിടെ വന്ന് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യാം. കണ്ടില്ലേ, അപ്പോൾ 201 ഒരാൾ ചോദിക്കുകയാണ് ഈ കോഡിന് എന്ത് വിലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കത് എടുത്ത് കാണിക്കാൻ പറ്റും.
കണ്ടില്ലേ? അപ്പോൾ ഇനി ലാപ്ടോപ്പാണ് ഒരാൾ വന്ന് ചോദിക്കുന്നത്. ലാപ്ടോപ്പിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ചോദിക്കുന്നു. 304 ആണ്. ഇത് കണ്ടില്ലേ? ഇതാണ് ലാപ്ടോപ്പിൻ്റെ പ്രൈസ് കേട്ടോ. അപ്പം 304 ഇത് നമ്മുടെ ഡീലർ പ്രൈസ്, ഇതാണ് സെയിൽ പ്രൈസ്, ഇത് സെല്ലിങ് പ്രൈസ്. അപ്പോൾ ഇത്രയും അവരോട് നമുക്ക് പറയണം, ഏതെങ്കിലും സെല്ല് ചെയ്യുന്ന പ്രൈസ് ഏതാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വച്ചിട്ട് 304 ഉണ്ടോ. അപ്പം ലാപ്ടോപ്പ്, അപ്പോൾ നമുക്ക് സെല്ലിങ് പ്രൈസ് അവർ ചോദിച്ചത്, അപ്പോൾ സെല്ലിങ് പ്രൈസ് പറയാം. അത് നമ്മൾ ഡീലർ ആണെങ്കിൽ നമുക്ക് ഡീലർ പ്രൈസ് പറയാം, അത് സെയിൽ സമയമാണെങ്കിൽ നമുക്ക് സെയിൽ പ്രൈസ് പറയാം. അങ്ങനെ നമുക്ക് ഏത് ഐറ്റം ആണെങ്കിലും വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഈസ് ഈക്വൽ ടു വി ലുക്കപ്പ് എടുക്കുക, എന്നിട്ട് ലുക്കപ്പ് വാല്യൂ പറയുക, പിന്നെ ടേബിൾ അറേ പറയുക, അത് കഴിഞ്ഞാൽ കോളം ഇൻഡെക്സ് നമ്പർ നമ്മൾ കർലി ബ്രാക്കറ്റിൽ കൊടുത്തു, എന്നിട്ട് കോമ ഇട്ടിട്ട് 0 അടിക്കുക. ഇതാണ് VLOOKUP ഫംഗ്ഷൻ. വളരെ ഈസിയാണ്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.